മോനെ മണിക്കുട്ടാ, എന്താ മോനെ എവിടെയാ? മോനെ ഇതേ വലിയ മഴ വരാൻ പോകുന്നു, നീ വേഗം വാ. മാങ്ങ. നേരെ ഇരുട്ടാറായി, എവിടുന്നാ മഴ നനഞ്ഞു വരുന്നേ? മാളൂന് മാങ്ങ പെറുക്കാൻ പോയതാ അമ്മേ. എന്ത് വേഷാടത്? പോയി കുളിക്കടാ. മോൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നന്നായി പഠിച്ചോളൂ ട്ടോ. തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിഹ്നം തുങ്കമാനിൽ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം ഇന്നലെ കണ്ണിൽ വാർത്തു മാളു കരിനീടിന വാനം മിന്നിതാ ചിരിക്കുന്നു. ഒന്ന് നിർത്ത് മാളു. പാലൊളി ചിതറുന്നു. എന്നും ഈ പദ്യം ചൊല്ലിയിരിക്കാതെ കണക്കെടുത്ത് പഠിക്ക്. നിന്റെ സ്ലേറ്റ് എവിടെ? ഇവിടെ ഉണ്ട്. ദാ. കുട്ടിയുടെ കണക്ക് വേണ്ട, പദ്യം ചൊല്ല. വേണ്ട വേണ്ട, കണക്ക് പഠിച്ചാ മതി. അവൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോട്ടെ മണിക്കുട്ടാ. അമ്മേ, കുട്ടേട്ടൻ പദ്യം ചൊല്ലണ്ട പറഞ്ഞു. മോക്കേട്ടൻ കണക്ക് പഠിപ്പിച്ചു തരും, വേഗം പഠിച്ചോ. അച്ഛൻ ഇപ്പൊ കളർ പെൻസിൽ കൊണ്ടുവരും.
കുറച്ച് കൂടുതലുണ്ട് നിങ്ങള്. പാവം, ഇനിത് ജീവിക്കില്ല കൂട്ടേട്ടാ. ചത്തുപോയത് എങ്ങനെയാ ജീവിക്കുക? പാവം. സങ്കടപ്പെടേണ്ട മാളു, അമ്പായത്തോട്ടിൽ നിറയെ മീനുണ്ട്. കുട്ടേട്ടൻ പിടിച്ചുതരാം. എപ്പം? ഇപ്പൊ തന്നെ. അതിന് അമ്മ വിടണ്ടേ? അതിനൊരു സൂത്രമുണ്ട് മാളു. എന്ത് നീ സൂത്രം? തോട്ടിന്ന് കുളിച്ചാ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ അമ്മ സമ്മതിക്കും. അതെ, അമ്മ വരുന്നുണ്ട്. കരഞ്ഞോ കരഞ്ഞോ. എന്താ അവിടെ? സ്കൂളിൽ നിന്നും പോണ്ടേ രണ്ടാക്കും? സമയിലെ സമയത്ത് ചിണുങ്ങ. എടാ മണിക്കുട്ട, നീയല്ലേ പറഞ്ഞ നേരത്തെ പോണം, പ്രസംഗിക്കാനുണ്ടെന്നൊക്കെ? ഇന്ന് റിപ്പബ്ലിക് ഡേ അമ്മേ. അപ്പൊ സ്കൂൾ ലീഡറായ ഞാനല്ലേ പ്രസംഗിക്കേണ്ടത്? ഈ അമ്മക്കൊന്നും അറിയില്ല. എന്താ മാളു നിനക്ക്? എന്റെ ഒരു മീൻ ചത്തുപോയമ്മ. ഓ, അതാ കാര്യം. അച്ഛനോട് പറഞ്ഞ് നമുക്ക് വേറെ പിടിക്കാം. വേണ്ട, എനിക്കിപ്പം തന്നെ വേണം. ശോ, നോക്കു ബാലട്ടാ, രണ്ടാളും കളിച്ച് നേരം കളയുന്ന കണ്ടില്ലേ? മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് മാത്രമല്ല, അച്ഛനും വേണം ഒരു ശ്രദ്ധ. എന്താ എന്താ പ്രശ്നം? മാളുവിന്റെ ഒരു മീൻ ചത്തുപോയച്ചാ. അത്രേ ഉള്ളൂ. അതിനെന്താ, അച്ഛൻ മോക്ക് നിറയെ മീൻ പിടിച്ചരാം. അതുപോലെ വേണ്ട അച്ഛാ, ഞാനിപ്പോ അമ്പായത്തോട്ട് പോയി പിടിക്കാം. എന്നാ പിടിച്ചു കൊടുക്കടാ. വാ മാളു. നല്ല അച്ഛൻ. അവര് കുട്ടിയോളല്ലേ, കുട്ടിയോള് കളിച്ചു വളരണം, എന്നാലേ ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടാവൂ. അയ്യോ, ഇത് പിടിക്കടി. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിച്ച് വെള്ളം കലക്കാൻ കേറി പോവാൻ നോക്കേ. നിങ്ങളെ വല്ലപ്പോഴെങ്കിലും ഒന്ന് നനഞ്ഞോട്ടെ എന്റെ ജാനമ്മേ. പോണ അവിടുത്തെ കൂത്തം കെട്ടങ്ങള് കെട്ടിയെടുക്കാൻ നാശങ്ങൾ ഇറങ്ങിക്കോളൂ. മീൻ കിട്ടിയോ? മനുഷ്യനെ കൊണ്ട് തുണി അനക്കിപ്പിക്കല. അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ ജാനുവേ, ഈ കുട്ടികളോട് പിണങ്ങി പോവാ? പിന്നെ അല്ലാതെ ഒരു നീന്തി കളിക്കട്ടെ ജാനു, അത് കാണുമ്പോ തന്നെ ഒരു സുഖല്ലേ. കളിച്ച് വളരാഞ്ഞ കളയ്ക്ക് സമാന്ന് കേട്ടില്ലേ ജാനു? അയ്യേ, നല്ല ആളോടാ പറഞ്ഞത്. മസില് പിടിച്ച് നിക്കുന്ന കണ്ടാലേ മാനക്കല മൂസിന്റെ ഗമിയാ. ഒരെണ്ണതേപ്പ് മാറി നിക്കണ. ആ മക്കളെ, ഞാനും കൂടാ നിങ്ങളുടെ കൂടെ. വാ. മതി അവിടെ വെക്ക്. മാളു, നീ ഒരു പെൻസിൽ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഏട്ടന്റെ ബോസിൽ ഉണ്ടാവും. കാണാതാവുമ്പോ വാങ്ങി തരുന്നുണ്ടത്. പിന്നെന്താ? ആ, കിട്ടി കിട്ടി. അച്ഛാ, മാളു, നീ വരുന്നില്ലേ? വരുന്നേട്ടാ. പോവാം. അച്ഛാ, ഇന്നലെ കളർ പെൻസിൽ ഉണ്ടെന്നോ? ഞാൻ ഇന്നലെ കളർ പെൻസിൽ കൊണ്ടുവന്നാണല്ലോ. ഞാനിത് എവിടെ വെച്ചത്? എങ്ങനെ ഓർമ്മ വരാനാ? ആ കോലത്തിലായിരുന്നല്ലോ വരവ്. ആ, ഇപ്പൊ ഓർമ്മ വന്നു. എവിടെയാ? അച്ഛനിപ്പോ എടുത്തിട്ട് വരാട്ടോ. അവിടെ കൊറേ ആമ്പലുണ്ട്, നമുക്ക് പറിക്കണേ. മാളു, നമുക്ക് പറിക്കണട്ടോ. ഒന്ന് വേഗം വാ. ദാ പിടി പിടി, വേഗം വാ. ഇവിടെ മീനുണ്ട്, ഞാൻ പിടിക്കട്ടെ. ദേ പിടിച്ചേ. എവിടെ? വേഗം പിടിക്ക് കുട്ടേട്ടാ. ഹായ്, നിറയെ മീനുണ്ട്. ഏതെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു. അതാ പിടിച്ച്. കയ്യിന്ന് പോയല്ലോ. മണിക്കുട്ട പിടിക്ക്. ദാ കിട്ടി കിട്ടി. അയ്യോ, പോയി. അതോ ഇല്ല. അയ്യോ അമ്മേ, അയ്യോ അയ്യോ, മരങ്ങളെ രക്ഷിക്കണേ. അയ്യോ അയ്യോ, മണിക്കുട്ട അവിടെ ശ്രീലക്ഷ്മി വീണ്. അയ്യോ, വെള്ളത്തിൽ വീണ് ശ്രീലക്ഷ്മി.
വേണ്ട മോളെ പഠിക്ക്. മോൻ കണ്ടില്ലെങ്കിൽ എന്റെ കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചേനെ. ഇനി എങ്ങനെയാ നന്നോണ്ട് സ്കൂളിൽ വരിക? നേരം വൈകി, എനിക്ക് അസംബ്ലിയിൽ പ്രസംഗിക്കാനുള്ളതാ. അങ്ങനെ നൂറ്റാണ്ടുകളുടെ സമര പരമ്പരയിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മൂല്യവത്തായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന മഹത്തായ ഇന്ത്യൻ ഭരണഘടനയും കാത്തുസൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. നമ്മൾ ഓരോ കുട്ടിയും കടമ മറക്കാതെ പൂർവ്വപിതാക്കൾ ഏൽപ്പിച്ചു തന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും സംരക്ഷിക്കണം. വൈവിധ്യങ്ങളായ ഭാഷയും വേഷവും സംസ്കാരവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം. ഒരു മാലയിൽ കൊടുത്ത മുത്തുകൾ എന്ന പോലെ. അങ്ങനെ നൂറ്റാണ്ടുകളുടെ സമര പരമ്പരയിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മൂല്യവത്തായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന മഹത്തായ ഇന്ത്യൻ ഭരണഘടനയും കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. നമ്മൾ ഓരോ കുട്ടികളും കടമ മറക്കാതെ പൂർവ്വപിതാക്കൾ ഏൽപ്പിച്ച ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും സംരക്ഷിക്കണം. വൈവിധ്യങ്ങളായ ഭാഷയും. ഈ അവസരത്തിൽ നമ്മുടെ പൈതൃക പരമ്പരകളെ ഒരിക്കൽ കൂടി സ്മരിച്ച് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. എന്താടാ നിനക്ക് നാവില്ലേ? സ്കൂൾ ലീഡറാണെന്ന് ഓർമ്മയില്ലേ നിനക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെയൊക്കെ പിടിച്ച് സ്കൂൾ ലീഡർ ആക്കിയതാണ് തെറ്റ്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇവന്റെ ഒരു കോലം കണ്ടില്ലേ? നനഞ്ഞു കുളിച്ച് വന്നേക്കുന്നു. തോന്നിയ പോലെ വരാൻ ഇതെന്താ ചന്തയാണോ? എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇത്തരം കുട്ടികളുടെ മുഖം കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. ഇന്ന് മുഴുവൻ നീ ഓഫീസിന് പുറത്ത് നിൽക്ക്. കുട്ടികൾ നിന്നെ കണ്ട് പരിഹസിച്ചിരിക്കുമ്പോഴേ നീ പഠിക്കൂ. കടക്ക് പുറത്ത്. ഓക്കെ സർ. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. എന്താ പ്രശ്നം? മാഷേ, മോള് രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴി ഒരു സംഭവം ഉണ്ടായി. പറയൂ, എന്താ സംഭവിച്ചത്? മിടുക്കൻ. നീ സ്കൂളിലെ മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാവേണ്ടവനാ നീ. നീ കാണിച്ച ഈ ധീരതയ്ക്ക് ഈ സ്കൂൾ ഒന്നടങ്കം അഭിമാനിക്കുന്നു. മോചനം സ്വപ്നമായി നെഞ്ചേറ്റിലാളിച്ച ഭൂതകാലത്തിൻ കരുത്തിൽ ചുവന്ന പ്രതീക്ഷകൾ സൂര്യന്റെ ചോരക്കൊടികളെ പോലെ. മോചനം സ്വപ്നമായി നെഞ്ചേറ്റിലാളിച്ച ഭൂതകാലത്തിൻ കരുത്തിൽ ചുവന്ന പ്രതീക്ഷകൾ സൂര്യന്റെ ചോരക്കൊടികളെ പോലെ. കാലക്കി പാമ്പേ, ഈ ഒരു റെങ്കിലെ ഒന്നുകൂടെ എടുക്ക് ഭാസ്കര. കുടിച്ചോ പോമാരാ, ഇന്നെല്ലാം എന്റെ വകയാ. അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസമാണ് എന്റെ മണിക്കൂട്ടൻ. ഇന്റെ മണിക്കൂട്ടൻ ഈ നാടിന്റെ ചോണക്കുട്ടിയല്ലോ. ഓനില്ലെങ്കിൽ ഈ അമ്പായത്തോട് കണ്ണീർത്തോട. അത് പിന്നെ പറയാനുണ്ടോ? ഭാസ്കര, എന്റെ പതിവ് കൊണ്ട് പോന്നോട്ടെ. അതെപ്പോഴേ റെഡിയല്ലേ? സത്യം പറയാലോ, ഷാപ്പിലെ മീൻകറി കൂട്ടി എന്റെ പെണ്ണിന് ഇപ്പൊ ഇതില്ലാതെ പറ്റില്ലാന്നായി. ഇത്തിരി എരിവും പുളിയും ഒക്കെ അല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം. അല്ല ശശിയെ, ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഒന്നുമില്ലെങ്കിൽ
കള്ളിന്റെ മണമെങ്കിലും അടിക്കാം. പപ്പന്റെ അടുത്താണെങ്കിൽ കാശും ഇല്ല, തെറി ബാക്കി. എന്നാ പിന്നെ പിരിയല്ലേ പാമ്പേ? ഓക്കെ. പുറത്ത് നല്ല ഇടിയും മഴയാണല്ലോ. ആരിത്? ടീച്ചറോ? വാ കേറിയിരിക്കെ. ഇല്ല, ഇരിക്കുന്നില്ല. പോകുന്ന വഴി ശങ്കരമാഷിനെ ഒന്ന് കയറി കാണണം. ഞാനിന്നലെ പോയി കണ്ടിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? തീരെ വയ്യ. പിന്നെ പ്രായവും ഉണ്ടല്ലോ. ആ, എന്താ ചെയ്യാ? അല്ല, എവിടെയാ നമ്മുടെ വീരപുത്രൻ? രണ്ടുപേരും പുറകിലുണ്ട്, കളിക്കുക. ഞാൻ വിളിക്കാം. ആ, മണിക്കുട്ടാ, ദാ നിന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. ആ. അല്ല, ടീച്ചർ എന്താ മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? കേറി ഇല്ല, ഇറങ്ങാൻ നിക്ക. അവളില്ലേ ഇവിടെ? രേണുകേ, രേണുകേ. ദാ വരുന്നു. ആ, ആങ്ങളെയും പെങ്ങളും കൂടിയാണോ കളി? ഇങ്ങ് വാടോ. ഇതുപോലെ ധീരനായ ഒരു കുട്ടി പണ്ടും എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. മാളു ഹാ, കണ്ടോ? ഇത് ടീച്ചറുടെ വക ഒരു സമ്മാനേ. ഹായ്. ഹായ് ബോസ്. ദേ നോക്ക്. നന്നായി പഠിക്കണം കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചിട്ട് പോവാൻ ടീച്ചറെ. പിന്നീട് ഒരിക്കലാകാം. ചേട്ടനെ കണ്ടു പഠിക്കണം കേട്ടോ. ആ ടീച്ചറെ ഏട്ടനെ തന്നെ പഠിപ്പിക്കാറ്. ആണോ? മിടുക്കി. എന്നാ പിന്നെ കണ്ടോടി എന്റെ മോന്റെ വില. അത് ശരി, ഇപ്പൊ നിങ്ങളുടെ മാത്രം മോനായോ? കൊള്ളാം. വാ മാളു. വേഗം നടക്ക്. വേഗം നടക്കും മാളു. വേഗം നടക്ക്, തോണിപ്പോ പോവും. വാ. ഏട്ടാ മെല്ലെ. വേഗം വാ. വേഗം വാ മാളു. വീഴും, ഓടണ്ട. നോക്കി കേറ്. ഞാനാ ഫസ്റ്റ്. എന്നെ ഒന്ന് പിടിച്ചേ. മാളു വേഗം കേറി. ഏട്ടന്റെ അടുത്ത് ഇരിക്കി. കേറിയിരിക്കേ. പോവാം. അല്ല നാരായണേട്ടാ, ഈ ചെണ്ടക്കാരൊക്കെ എങ്ങോട്ടാ? ചിറ്റാറിക്കാവിൽ ഉത്സവം തുടങ്ങല്ലേ, അങ്ങോട്ടാ. പോലെ പോലെ അക്കരയ്ക്ക് ഒരാൾ കൂടി ഉണ്ട്. വേഗം വാ കണ്ണേട്ടാ. എന്റെ പൊന്ന് നാരായണേട്ടാ, ഇതൊന്ന് പിടിച്ച് താഴെ ഇറക്കിയേ. ഒന്ന് പിടിച്ചവർക്ക്. നാരായണ അതൊന്ന് പിടിക്കേ, ഒന്ന് താഴെ ഇറക്കുക. ആ മൂലക്കെ ഇറക്കിക്ക, തട്ടി പൊട്ടിക്കല്ലേ, കല ഉള്ള അതിനകത്ത്. ആ താഴെ ആ സൈഡിൽ വെച്ചോ. നീ ഇപ്പൊ തന്നെ വരുമോ? ആ ഇപ്പൊ തന്നെ വരുന്നേ. ബസ് ഇപ്പൊ പോവും, ഇനി ഇങ്ങോട്ട് വരുന്ന. ഞാനൊരു കൊല എടുക്കാൻ പോകുമ്പോ ഒന്ന് വേഗം വാടോ. നിങ്ങൾക്ക് സമയത്ത് എന്താ ഹെലികോപ്റ്റർ അത്? അത് പിടിക്കുന്നേ. ആ പോട്ട വണ്ടി വിട്ടുപിടിയാണ്ടേ.
വരമ്പത്തൊരു പിടിഞ്ഞാറ് ഉടുത്തു കുത്തിച്ചെറുമകളെ നീ പോര് പോര് കരിമ്പച്ചമ്പ കാളകളാടി കുഴച്ചിടുന്നൊരു മണ്ണിൽ കരിമ്പച്ചമ്പ കാളകളാടി കുഴച്ചിടുന്നൊരു മണ്ണിൽ കരിവളക്കയ്യാൽ ഞാറിൻ കൊടി നടുമകളെ കരിവളക്കയ്യാൽ ഞാറിൻ കൊടി നടുമകളെ തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര വയല് കണ്ടം കന്നു കൂട്ടിയ വെതവതച്ചേ തകതാര തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര വെതമുളച്ചേ തളിരു വന്നേ ഞാറ്റുവേല കാറ്റടിച്ചേ തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര കൊച്ചു പെണ്ണെ കുയിലാളെ വെയില് കേറും മുമ്പേ പോര് തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര തത്തിനന്തോം തകതിനന്തോം തിത്തിനന്തോം തകതാര പൊന്നോണം വന്നപ്പോൾ പൊന്നോണം വന്നപ്പോൾ ഒന്നാനാം കുന്നിലെ പൂക്കാത്തെച്ചിക്കും മുന്നാഴിപ്പൂവ് മാടത്തമ്മ തിരഞ്ഞു നടന്നതു പനയോലക്കാത് തൊടികേറി ചെന്നപ്പം തൊട്ടാവാടിക്കും നാണം കണ്ടില്ലേ നാണം കണ്ടില്ലേ എത്താ കൊമ്പിലെ പിച്ചകമുട്ടിനു മുത്രാടത്തേര് എത്താ കൊമ്പിലെ പിച്ചകമുട്ടിനു മുത്രാടത്തേര് തുമ്പപ്പൂവിനു വമ്പേറെ മുക്കൂറ്റിക്കോ മുൻശുണ്ടി കുട ചൂടിക്കാനോടപ്പൂ വേലി കടന്നും വേലിയേരി കുട ചൂടിക്കാനോടപ്പൂ വേലി കടന്നും വേലിയേരി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ തങ്കനാനേനോ തങ്കനാനേനോ തങ്കനാനേ നാനേ നാനേ പൂവേ പൊലി പൂവേ തങ്കനാനേനോ തങ്കനാനേനോ തങ്കനാനേ നാനേ നാനേ തങ്കനാനേനോ വേഗം വാ മാളു അച്ഛാ ഒന്ന് മോളാ പിടിക്ക്. അച്ഛാ പിടിച്ച അന്റെ കൊള്ള മെല്ലെ ഒന്ന് സബൂറാക്കി ആരാട്ടാ ഒന്ന് വാ ആ അച്ഛാ നിന്നെ നല്ല മഴയാണല്ലോ. ശ്ശോ, നല്ല മഴയാണല്ലോ പാലേട്ട. ഈ മഴയത്ത് എങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടുന്നത്? അയ്യോ, ഞാനും അതാ ആലോചിക്കുന്നത്. ഇന്ന് ഏതായാലും സ്കൂളിൽ പോണ്ട. അയ്യോ ഇന്ന് സാഹിത്യ സമാജമുള്ളതാ. ഞാൻ പലതിലും പങ്കെടുത്തിട്ടുണ്ട്. ചെന്നില്ലേ മാഷി ചീത്ത പറയും. എന്തപ്പ ചെയ്യാ? ഏതായാലും മോൾ ഇന്ന് പോണ്ട. കുട്ടേട്ടനും വേണ്ട, ഇന്ന് തോണി ഇറക്കി കളിക്കാം. ഞാൻ പോവാ, ഇല്ലേ മാഷ് കൊല്ലും. നീ നിക്ക്, ഞാൻ സ്കൂളിൽ വിട്ടുതരാം. വൈകുന്നേരം മോനെ കൂട്ടാൻ മറക്കണ്ട. ആ ശരി. വാ അച്ഛാ നമുക്ക് പോവാം. എന്തൊരു മഴയത്. വാ. അച്ഛാ പിടിക്ക്. എന്ത് മഴ അച്ഛാ ഇത്. സ്കൂളിൽ എത്താൻ നേരം വൈകോ? നീ നടക്ക്. തോണി ഉണ്ടാവോ കടവില്? നീ വേഗം വാ, നമുക്ക് നോക്കാം. ദാ അച്ഛാ കണ്ണേട്ടൻ വരുന്നു.
എങ്ങോട്ടാ ബാലേട്ട ഈ പെരുമഴയത്ത്? ഇവനൊന്ന് സ്കൂളിലാക്കണം. ഈ പെരുമഴയത്ത് സ്കൂൾ ഉണ്ടാവുമോ ബാലേട്ട? എന്താ ചെയ്യാ, പറഞ്ഞാ കേക്കണ്ടേ. എന്തായാലും പോയി നോക്കട്ടെ. ചിറ്റാരിക്കരയിൽ നല്ല വെള്ളക്കെട്ടുണ്ട്, നോക്കണേ ബാലേട്ട. ആ, ഇത് എങ്ങോട്ടാ കണ്ണാ? മൂപ്പായിട്ടില്ലല്ലോ. ഈ വെള്ളത്തിൽ കിടന്ന് ഇനി ഇത് എങ്ങനെ മൂക്കാനാ? മഴ ഇങ്ങനെ പെയ്യാണെങ്കിൽ ഇനിയും വെള്ളം കൂടാനാ സാധ്യത. ഇങ്ങനെ പോയാൽ ചിറ്റാരിക്കര മൊത്തം വെള്ളത്തിനടിയിലാവും. ഇങ്ങനെ പോയാൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാവുന്ന ആർക്കറിയാം. വല്ലാത്തൊരു കാലം തന്നെ, എന്താ ചെയ്യാ? ആ, എന്തായാലും ഇവനെ സ്കൂളിലാക്കട്ടെ. എന്നാ ശരി ബാലേട്ടാ. ആ, ഷോ, ഈ മഴയത്ത് എങ്ങനെയാ ഇനിയിപ്പോ ക്ലാസ് നടത്തുക? അത് പിന്നെ ടീച്ചറെ, മലയെന്ന് വരുന്ന പിള്ളേരൊന്നും ഈ പെരുമഴയത്ത് എത്താൻ സാധ്യതയില്ല. ആ 5th സിയിൽ നിന്ന് എങ്ങനെയാ ക്ലാസ് എടുക്കുക? മുഴുവൻ ചോർന്നിരിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളിന്റെ ഒരു ഗതികേടേ. മഴയത്ത് നിന്ന് കളിക്കാതെ എല്ലാരും ക്ലാസ്സിൽ കയറിക്കേ. വേഗം പോയി വേഗം. പ്രാന്തിന മലവെള്ളം വന്ന് അമ്പായിപ്പുഴ കവിയാൻ തുടങ്ങിയത്. അന്ന് ചിറ്റാടത്ത് മൂലം മുങ്ങിയെന്ന് മാത്രമല്ല, കുടിയും കൂട്ടക്കാരും ഒക്കെ നുരിച്ചു പോയില്ലേ. സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ കാര്യം കഷ്ടം. പിന്നെ ഇപ്പൊ പുഴ കിടക്കാൻ കഴിയുമോ? എവിടുന്ന്? പപ്പേട്ടാ, ഞാനിപ്പോ വരാം. കണ്ടില്ല മാഷേ, ചോർന്നൊലിക്കുന്നത്. 4-5 ക്ലാസ്സിലെ സ്ഥിതി ഇത് തന്നെയാ. കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണെങ്കിലും മഴ വരുന്നതിന് മുമ്പ് കുറച്ച് പഴയ ഓടെങ്കിലും സംഘടിപ്പിച്ച് അത് മാറ്റാൻ ആളെ ഏർപ്പാടാക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇപ്പൊ എന്തായി? കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ, ചോർച്ചയില്ലാത്ത ഭാഗത്തേക്ക് മാറിയിരിക്കട്ടെ. റിസ്ക് എടുക്കണോ മാഷേ? ചോർച്ചയുടെ പ്രശ്നം മാത്രമല്ലല്ലോ, കെട്ടിടം മൊത്തം ബലക്കുറവാണ്. എന്തെങ്കിലും സംഭവിച്ചാ സമാധാനം പറയേണ്ടി വരും. ആ അതെ, ടീച്ചർ പറയുന്നത് ശരിയാ. അന്തരീക്ഷം കണ്ടിട്ട് മഴ ഇനിയും കൂടാനാണ് സാധ്യത. മാഷേ, കുട്ടികൾ മൊത്തം ഭയപ്പെട്ടായിരിക്കുന്നേ. അവിടെയാണ് ഈ ഓട് മൊത്തം ഇളകിയിരിക്കുക. ലോങ് ബെല്ലടിച്ചേക്ക്. ആ പിന്നെ ദൂരേക്കുള്ള പിള്ളേരെ ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്ക് വിടണ്ട, കൂട്ടത്തിൽ വിട്ടാ മതി. വെറുതെ സ്കൂളിൽ പോയി, ഞാനും നനഞ്ഞു, എന്റെ ബുക്കും നനഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എന്തൊരു മഴയത്. ഇനി എന്താ ചെയ്യാ അച്ഛാ? ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നല്ല മഴ, തോണിക്കാരൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ. ഇനി നമ്മളിങ്ങനെ പോവാ? നമുക്ക് അപ്പുറത്തെ പറമ്പ് വഴി പോവാ. വാ പോവാ. മഴ നടക്ക്. മോളെ, അയ്യോ അമ്മേ, മോളെ, മോളെ. അമ്മേ എടി. മോള് പേടിച്ചു പോയോ? മഴയത്ത് മോളോട് പുറത്തിറങ്ങി പോരെന്ന് അമ്മ എത്ര വട്ടം പറഞ്ഞതാ, മോള് കേട്ടില്ലല്ലോ. മോളെ വേഗം വാ. അയ്യോ,
സുരേഷ് എല്ലാം പോയടാ. വീട് പോരെ പോരെ. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ സർ. നമ്മനെ മോശേ എവിടെയായാലും നീ മിടുക്കനായിട്ട് പഠിക്കണം. എന്നാ വരട്ടെ. എന്നാ ശരി. ടീച്ചർ വാ. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് ബാലന്റെ വീടും സമ്പാദ്യങ്ങളും മാത്രമായിരുന്നില്ല, തുടർന്നങ്ങോട്ട് ജീവിക്കാനുള്ള ആശയും ആഗ്രഹങ്ങളും കൂടിയായിരുന്നു. തൻ്റെ ഭാര്യയും മകളും എരിഞ്ഞമർന്ന ആ മണ്ണിൽ ചവിട്ടി നടക്കാൻ ബാലന് കഴിഞ്ഞില്ല. മറ്റൊരു നാട്ടിൽ, മറ്റൊരു മണ്ണിൽ അധ്വാനത്തിൻ്റെ അരക്കെട്ട് ബാലൻ മുറുക്കിയെടുത്തു, തൻ്റെ മകന് വേണ്ടി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഡോക്ടർ, വരുൺ കുറച്ച് വയലൻ്റാണ്. ആണോ? മേഴ്സിയോടൊന്ന് വരാൻ പറയൂ. വിട് വിട് മോനെ, പറയുന്നൊന്ന് കേൾക്ക്. വിട്. അച്ഛൻ പറയുന്നൊന്ന് കേക്ക് മോനെ. എനിക്ക് ഇപ്പൊ പോണം. നീ ഒന്ന് കിടക്ക് മോനെ. എനിക്ക് ആളെയും കാണണ്ട. മോനെ, എന്നെ വിട്. മോനെ, മോനൊന്ന് കിടക്ക്. മോനെ, ഞാൻ കടക്കില്ല. എനിക്ക് ഇപ്പൊ പോണം. അനുസരിക്ക്. എന്നെ വിട്. എന്താ എന്താ വരുൺ? വാട്ട്സ് യുവർ പ്രോബ്ലം? എന്തിനാ പപ്പയോടും അമ്മയോടും ഇങ്ങനെ വഴക്കിടുന്നത്? എനിക്കത് വേണം. ഗിവ് മീ ഡോക്ടർ പ്ലീസ്. മോൻ എന്താ വേണ്ടത്? ഐസ്ക്രീം. അതിനെന്താ, ഐസ്ക്രീം നമുക്ക് വാങ്ങിക്കാലോ. മോനിപ്പൊ കിടക്ക്. മോൻ ഉറങ്ങിക്കോളൂ. എനിക്ക് ഉറക്കം വരുന്നു ഡോക്ടർ. ഉറങ്ങിക്കോ മോൻ, സുഖമായി ഉറങ്ങിക്കോളൂ. അവൻ നന്നായി ഉറങ്ങട്ടെ. നിങ്ങൾ വരൂ. കുട്ടികളെ വഴിതെറ്റിക്കുന്ന പലതരം ഡ്രഗ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകളിൽ പോലും സുലഭമായി ലഭിക്കുന്നുണ്ട്. ചോക്ലേറ്റിലും ഐസ്ക്രീമിലും അവര് വരുണിന് കൊടുത്തുകൊണ്ടിരുന്നത് ഒരുതരം ഡ്രഗ്സ് തന്നെയായിരുന്നു. ഇത്തരം ലോബികളുടെ കയ്യിൽ പല കുട്ടികളും ചെന്ന് പെടുന്നത് പേരൻസിന്റെ കെയറില്ലായ്മ കൊണ്ട് തന്നെയാണ്. അത് പിന്നെ വരുൺ ഞങ്ങളുടെ ഏക മകനായതുകൊണ്ട് ഒരുപാട് ലാളിച്ചിട്ടുണ്ട് ഡോക്ടർ. ഇത് തന്നെയാണ് ഇന്നത്തെ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പോലും അവർ പറയുന്നത് എന്തും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മൂല്യബോധം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. കുട്ടികൾ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ കടലോളം വളരും. ആഗ്രഹങ്ങളെ തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്.
അതോടൊപ്പം തന്നെ പണത്തിന്റെ മൂല്യബോധവും അവരിൽ ഒരു ആത്മനിയന്ത്രണവും ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഡോൺ വെറി, വരുണിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. വരൂ. ഹായ് അച്ചാച്ചൻ. ആ വാ വാ വാ. വാ. ഹായ് അച്ചാച്ച. ആ ഉമ്മ. അച്ഛന് കൊടുക്ക്. അമ്മയ്ക്ക് ഒരു മോക്ക്. ഉമ്മ. മോക്ക് ചോക്ലേറ്റ് വേണ്ടേ? ആ ദാ മോക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഹായ് മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. ഓ വാ അച്ചാച്ച. ഇതൊക്കെ മോളെ ഫ്രണ്ട്സാ? ആ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. ആ എന്നാ കൊടുക്ക്, മുട്ടായി കൊടുക്ക്, എല്ലാവർക്കും കൊടുക്ക്. എല്ലാരും വാ 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 വാ. ഇത് നിനക്ക്. നാ സന്തോഷായില്ലേ? ഹായ് നിക്കി. ശരി. അല്ല, റോസ്മോൾ ഇന്ന് വളരെ ഹാപ്പി ആണല്ലോ. ഇതാ മേഡം അച്ചാച്ചൻ കൊണ്ടുവന്നതാ മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. അങ്കിളിന് കൊടുക്ക്. ഇതാ അങ്കിൾ. താങ്ക് യു മോളെ. വാ അച്ചാച്ച, ഇനിയും ഒരുപാട് കാണാനുണ്ട് ഇവിടെ. ഇനിയും കാണാനുണ്ടോ? പോരോ. ഇനി ആർക്കാ കൊടുക്കണ്ടേ? എന്തൊക്കെയുണ്ട് അഭിഷേക്? ഫൈൻ ഡോക്ടർ, ഷീസ് ഓക്കെ. താങ്ക് യു ഫോർ ഗിവിംഗ് ഹെർ ബാക്ക്. അവളും ഇടിക്കുക. കൊണ്ടുപോകാൻ ധൃതിയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഉടനെ വരാം. ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. റൂമിലിരിക്കും. ഓക്കെ ഡോക്ടർ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്ത് മിടുക്കി അവൾ. ആ കുട്ടി ഒരു രോഗിയാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. യെസ്, യഥാർത്ഥത്തിൽ ആ കുട്ടിക്കല്ല രോഗം, അതിന്റെ പേരൻസിനായിരുന്നു. കണ്ടില്ലേ, ഈ കുട്ടികളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് നേരിടുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇവിടെ എത്തിയത്. വരുണിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണിതെന്ന് കരുതിയാ മതി. ചിലത് ഞാൻ പറയാം. അത് കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും മനസ്സിലാവും അവനിവിടെ വന്ന വഴിയും വ്യത്യസ്തമല്ലെന്ന്. വേൾഡിലെ 25ഓളം രാജ്യങ്ങളിൽ ബിസിനസ് കോണ്ടാക്ട് ഉള്ള ഒരു IT കമ്പനിയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട റോസ്മോളുടെ ഫാദർ അഭിഷേക്. ആഹാ, അച്ചാച്ചന്റെ മോള് ഉണർന്നുവോ? എന്തുറക്ക? സമയം 7 കഴിഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞില്ലേ? പോണ്ടേ മോക്ക്? വേണ്ട അച്ചാച്ച, റോസ്മോളിന് എവിടത്തെ സ്കൂളിൽ പോവാം. ആ, നല്ല കഥയായി. മോളെ സ്കൂള് പോലത്തെ വലിയ സ്കൂളൊന്നും ഇവിടെ ഇല്ല. മോക്ക് കുളത്തിൽ നീന്തണ്ടേ? ആ വാ പോവാം. എന്നാ വാ. ആ മെല്ലെ. ഹായ്, ഗുഡ് മോർണിംഗ് റാബിറ്റ്സ്. മോൾ എണീറ്റാ? ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയിട്ട് വരാം കുഞ്ഞമ്മേ. ആന്നോ? എന്നേന്ന് കൊറേ വെള്ളം കുടിക്കുമല്ലോ കുഞ്ഞാവ. അച്ചാച്ചനും മോളും കുളിച്ചു വരുമ്പോഴേക്കും
കുഞ്ഞമ്മ നല്ല മുട്ട പുഴുങ്ങിയതും വെള്ളപ്പൊക്കെ ഉണ്ടാക്കി വെക്കാലോ. ഹായ്, നേരെ ഒന്ന് വെള്ളപ്പാ. സ്വീറ്റി കുഞ്ഞമ്മ. കുറുമ്പി പെണ്ണ്. അച്ചാച്ചാ വാ പോവാ. കുഞ്ഞമ്മേ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ ശരി മോളെ. ഈ കുട്ടിയുടെ ഒരു കാര്യം. മഴ പെയ്ത് മൊത്തം ചെളിയായിരിക്കാം. കം. മണിക്കുട്ടൻ സുഖാണോ കുഞ്ഞമ്മേ? ആ സുഖാണ് മോനെ. എവിടെയോ റോസ്? അവള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. യാത്രയ്ക്ക് സുഖമായിരുന്നോ? ആ സുഖായിരുന്നു. ലഗേജ് എന്തെങ്കിലും? എല്ലാം വണ്ടിയിലുണ്ട്. കുഞ്ഞമ്മേ ആ എടുത്തോളൂ. വാ. മോളു. റോസ്, നിങ്ങൾ ചായ കുടിച്ചോ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചേ. വയലില് പണിക്കാരുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഓ, ഗ്രാൻഡ് ഫുഡ്. പഴം, അച്ചാറ്, ഗ്രാൻഡ് പ്രിപ്പറേഷൻ. ആരത് ഉണ്ടാക്കിയത്? കുഞ്ഞമ്മയുടെ പ്രിപ്പറേഷനാ. ഹോ, കുഞ്ഞമ്മയുടെ പ്രിപ്പറേഷനാ. ഓസം. ഓക്കെ, ഐ വിൽ ഗെറ്റ് ഫ്രഷ്. ഗെറ്റ് റെഡി. എന്താ ഒരു മൂഡ് ഔട്ട്? വേഗം കഴിച്ചോ. നിന്നെ പ്രിൻസങ്കിളിന്റെ അടുത്ത് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഓഫീസിൽ പോവാൻ. ഓക്കെ? ഇതും കൂടി വെച്ചോ. നാടൻ കൊലയാ. പോട്ടേച്ചാ, സൂക്ഷിച്ച്. ഞങ്ങൾ വരാം. സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരണം. വാ. ഇത് ഏടിയാ വെക്കണ്ടേ? അതങ്ങോട്ട് വെച്ചോ. ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഇതൊക്കെ എന്തിനാച്ചാ? ഇത് നല്ലതാ, വിഷമില്ലാത്തതാ. ഇത് അവിടെ കിട്ടില്ലല്ലോ. നീ വാ. കുഞ്ഞമ്മേ. കുഞ്ഞമ്മേ ടാറ്റ. അത് വണ്ടിയിലേക്ക് വെച്ചോളൂ. വരട്ടേച്ചാ. ആ ശരി. മോളു. അച്ചാച്ചാ ഞാൻ പോണില്ല. അച്ചാച്ചാ ഞാൻ പോണില്ല. നീ എപ്പോഴാ അച്ചാച്ചനെ കാണാൻ വരിക? അറിയില്ല. നീ മോള് വരുമ്പോഴേക്കും മോള് നട്ടിട്ടുള്ള തക്കാളി ചെടിയിലൊക്കെ നിറയെ തക്കാളി ഉണ്ടാവും കേട്ടോ. മോളു വാ. ശരി അച്ഛാ. ബൈ. ടാറ്റ അച്ചാച്ചാ. ടൈം പോയി. വേഗം കേറ്.
ടാറ്റ. റോസ്, കം കം. പറഞ്ഞത് കേൾക്കുന്നില്ലേ റോസ്? വെയിറ്റ് മമ്മി. നോ നോ, യു ഓൾറെഡി ലേറ്റ്. കം ഫാസ്റ്റ്. ആ ഏയ്, കം. വാട്ട് ഇസ് ദിസ്? വാട്ട്? ഈയിടെയായിട്ട് നിനക്ക് ഡിസിപ്ലിൻ ഒട്ടും ഇല്ലാതായിരിക്കുന്നു. കമ്പ്യൂട്ടർ പോലും ഓഫാക്കാൻ മറക്കുന്നു. അത് ഇന്നലെ ഉറങ്ങിപ്പോയിട്ടാ മമ്മി. വേണ്ട വേണ്ട, എക്സ്ക്യൂസ് ഒന്നും വേണ്ട. ഡോണ്ട് റിപ്പീറ്റ് ദിസ്, അണ്ടർസ്റ്റാൻഡ്? ഹലോ ദീപക് സാർ, പറയൂ. Yeah, I feel pretty good, sir. Glanced the status report and worried there is a delivery slippage of 1 week. What happened, sir? Sir? Sir, yeah. Yeah, sure. Okay, okay, sir. Reshma? Yes, sir. Yeah, yeah. Yeah, okay. റോസ്, നീ എവിടാ? ആഹാ, ഇതുവരെ റെഡി ആയില്ല? Nowadays she behave like ordinary children. No time schedules, sleep and get up. Hey, Molu. What's wrong with you? You know what's the time now? Sharp 7 o'clock. Okay? Already late. Come, have your breakfast. Sit. Never mind. Try to be punctual. Okay? അബി, വേണ്ട വേണ്ട, ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതാ കുഴപ്പം. You try to be punctual, okay? It's already getting late. Hello? Prince has come, okay? Eat it. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ പ്രിൻസ് ഇന്ന് വെനസ്ഡേ ആണ്, യൂണിഫോം വേണ്ട, ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ മറക്കണ്ട. പിന്നെ ലഞ്ച് തൽക്കാലം സാറാമ്മയുടെ കടന്ന് മേടിച്ചു കൊടുക്ക്. ഓക്കെ? ആ പ്രിൻസ്, ഇത് 5000 ഉണ്ട്. ട്യൂഷൻ ഫീസ് ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്, പിന്നെ ഡാൻസിനും മ്യൂസിക്കിനും പോകാൻ അവള് മടിക്കും, നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓക്കെ? അറിയാലോ, എവിടെയും പെർഫോമൻസ് ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അതാ വരുന്നു അബി. ഓക്കെ? ഓക്കെ. പെർഫോമൻസ് മണ്ണാങ്കട്ട. ഹായ് റോസ് മോളെ. ഹായ് അങ്കിൾ. മോൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? മമ്മിയുടെ കാര്യം അങ്കിൾക്ക് അറിയില്ലേ? ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു ഇതുവരെ. അതൊക്കെ ഈ കൊച്ചു മിടിക്കൂട്ടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ.
ആട്ടെ, വലുതാവുമ്പം റോസ് മോൾക്ക് ആരാവാനാ ഇഷ്ടം? അച്ഛനെ പോലെ ആവാനോ അതോ അമ്മയെ പോലെ ആവാനോ? അച്ഛനെ പോലെ ആയാ മതി. അതെന്താ? അച്ചാച്ചന് എല്ലാവരെയും സ്നേഹിക്കാനേ ആ അറിയൂ. നീ ഏതോ വലിയ തറവാട്ടിലെ ഒരു ജാനും അമ്മ ആകേണ്ടതായിരുന്നു. ആ, ഇന്നും ബ്രെഡ് താനെ? എന്നും ബ്രെഡ് തന്നെ. ബ്രെഡും ജാമും അത് VIP ഫുഡല്ലേ? കഴിച്ചോ കഴിച്ചോ. ഇതാ മോള് കഴിച്ചോ. പ്രിൻസങ്ങളുടെ വീട്ടിലെന്താ കാലത്തുണ്ടാവുക? ദോശ, ഇഡ്ഡലി, അങ്ങനെ പലതും. ഓ, കൊതി വരുന്നു. അച്ചാച്ചന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുക. നമുക്കിന്ന് അച്ചാച്ചന്റെ വീട്ടിൽ പോയാലോ അങ്കിളെ? ഇന്നോ? എന്നിട്ട് വേണം എന്റെ കഞ്ഞിമുടി മുട്ടാൻ. ഓ, അപ്പോഴത്തേക്ക് പിണങ്ങിയോ? ഇന്ന് വെനസ്ഡേ, നാളെ തേഴ്സ്ഡേ, മറ്റന്നാൾ ഫ്രൈഡേ, അതിന്റെ പിറ്റേന്ന് സാറ്റർഡേ. സാറ്റർഡേ സ്കൂൾ അവധിയാണല്ലോ. മേഡത്തോടും സാറിനോടും പെർമിഷൻ വാങ്ങി ഈ അങ്കിൾ കൊണ്ടുപോകും റോസ് മോളെ. ഷുവർ? ഷുവർ. ആ, ഇനി റോസ് മോൾ പാല് കുടിച്ചാട്ടെ. ആ, എന്നിട്ട് ഡ്രസ് ചെയ്യണം, സ്കൂളിൽ പോണം. ഓക്കെ ഓക്കെ. ആ, വാ. സമയായി റോസ് മോളെ. ഫാസ്റ്റ് വരൂ. മേഡം പോകാം. പോ മോനെ ദിനേശ. ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിനെ പറ്റി ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് പോയി നോക്കാം അല്ലേ? ഗ്രീസ്, വാട്ട് ഈസ് ദിസ്? വെക്കേഷന് ഞങ്ങൾ US പോയപ്പോ നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇപ്പൊ നോക്കണ്ട, വീട്ടിൽ ചെന്ന് നോക്കിയാ മതി. ഓക്കേ. ഗുഡ് മോർണിംഗ് മാം. Good morning, everybody. Sit down. Did you enjoy your vacation? Yes ma'am. Okay, come to the lesson. Yes. All of you take the book English Reader. Did you open the text? Yes. Please take the 5th lesson. What is the heading of the 5th lesson? Small rabbit and spinach. Can you tell where the rabbit was searching for spinach? Among the sweet potatoes. Among the rocks. In a ditch. And in an empty well. Idhal Rose, stand up. Stand up. What are you doing? What happened to you? Can you tell anything about the story? What is the topic of the story? Sit down. Then he looked for the spinach at the tufty grass, among the sweet potatoes, among the rocks, besides the river, and in an empty well. After that, the small rabbit went to his house and got the carrot from his father.
റോസ്, നീ എന്തെടുക്കാ ഇവിടെ? ഐ എം സ്റ്റഡിങ് മമ്മി. ബെഡിലിരുന്നാണോ പഠിക്കുന്നത്? ഗോ ടു സ്റ്റഡി ടേബിൾ. ഗോ ഗ്രാബ്. ഏയ് ഗോ. ഇതെവിടുന്ന് കിട്ടി? ഗ്രീസ് തന്നതാ. ഏയ് സ്റ്റഡി സ്റ്റഡി. ഫ്രണ്ട്സ്, അഭി ബിസിനസ് ടൂറിലാണ്. ഞാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവും. കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ഫോൺ ചെയ്തിട്ട് വന്നാൽ മതി. പിന്നെ മോളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് വീട്ടിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ, സീ യു ലേറ്റർ. Hi friends, we have a new member to our family, Mr. Sunil. He will be working in our software wing. Mr. Sunil, അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെടുത്തും. ഹായ് ഫ്രണ്ട്സ്, ഐ ആം സുനിൽ ചന്ദ്രൻ. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. ഹോപ്പ് ഐ ക്യാൻ എൻഹാൻസ് മൈ സ്കിൽസ് ആൻഡ് നോളജ് വിത്ത് എ ഗുഡ് ടീം ഓഫ് ദിസ് കമ്പനി. താങ്ക് യു. മിസ്റ്റർ ജിതേഷ്, സുനിൽ അദ്ദേഹത്തിന് സീറ്റ് കാണിച്ചു കൊടുക്കൂ. ഓ യെസ്, ശരി, വരൂ. Oh yeah, I'll give it to Rose. Hey Rose, your friend Grace. Hi Grace. Hi Grace, how are you? Fine. Rose, have you completed your homework? Yeah, finished. And you? I finished long back. My sweet mummy help chedu. Hi Molu. Hi Papa. Umma. What? എന്റെ പപ്പയാ. നിന്റെ പപ്പ വന്നോ? പപ്പ വരാൻ കുറേ ലേറ്റ് ആവും. അപ്പോഴേക്ക് ഞാൻ ഉറങ്ങിക്കഴിയും. ഹലോ മോളു, ഹലോ പപ്പ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഹലോ ഹലോ ഹലോ. എന്താ? സോറി ഗ്രേസ്. I'll give to my mummy. ഹായ് റോസ് മോൾ. ഹായ് ആന്റി. നല്ല മോളാ. എന്താ നിന്റെ മമ്മിയെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട്? സോറി ആന്റി. 1 സെക്കൻഡ്. മമ്മി ഗ്രേസിന്റെ മമ്മിയാ. എന്താ റോസ്? ഐ എം സെർച്ചിങ് an important matter. We'll talk later. പ്ലീസ് മമ്മി. റോസ്, ഹലോ ഹലോ
ഹലോ. കട്ടായോ? റോസിന്റെ അമ്മയ്ക്ക് എപ്പോഴും തിരക്കാ, അതായിരിക്കും. ഓൾ റൈറ്റ് മോളു, പഠിച്ചു കഴിഞ്ഞെങ്കിൽ മോള് വാ. പപ്പ ഫ്രഷായി വരുമ്പോഴേക്കും നമുക്ക് പോയി ചപ്പാത്തി ഉണ്ടാക്കാം. വാ. വാ, ഓടി വാ. ആ, എന്റെ ഈശ്വര, ആരാത് വന്നിരിക്കണേ? അച്ചാച്ചന്റെ റോസ് കുട്ടിയല്ലേ? ആ, വാ. നീ പോയ പിന്നെ എന്തൊക്കെ അത്ഭുതങ്ങളാ ഇവിടെ ഉണ്ടായിരിക്കണേ? എന്തത്ഭുതങ്ങളാ അച്ചാച്ചാ? കാണാൻ പോവല്ലേ, പിന്നെ എന്തിനാ പറഞ്ഞറിയിക്കണേ? ഹായ്. വീഴും വീഴും, മെല്ലെ. വാടോ പ്രിൻസേ, നീ ഇപ്പോ ലോക്കൽ ഗാർഡിയനായി സ്ഥിരപ്പെട്ടു അല്ലേ? എന്ന് പറയാൻ പാലേട്ടാ. നഷ്ടാന്നറിയാം. റോസ് മോളുടെ കാര്യത്തിൽ അത് നഷ്ടമല്ല പാലേട്ടാ. വാ, നടക്ക്. ഹായ്. മോളെ, ഹായ്. റോസ് മോളെ. റോസ് മോള് വന്നല്ലോ. നന്നു പാടെ അച്ചാച്ചന്റെ കയ്യിലങ്ങ് തൂങ്ങിയോ? കുഞ്ഞമ്മയൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ക്ഷീണിച്ചു പോയല്ലോ. പഠിക്കണ കാലത്ത് അങ്ങനെ തന്നെ കുഞ്ഞമ്മേ, ഒന്നും മെലിയും. പിന്നെ ഇപ്പോഴത്തെ പഠിപ്പല്ലേ, ലളിതാക്കണമെന്ന് സർക്കാർ പറഞ്ഞാലും സിലബസ് മത്സരല്ലേ. പിന്നെ ഇവളെ അമ്മയുടെ വാക്ക് കടമെടുത്താൽ പെർഫോമൻസും വേണ്ടേ? വാ അച്ചാച്ചാ, എനിക്ക് എന്റെ ഓർഗാനിക് പ്ലാന്റേഷൻ കാണാൻ കൊതിയാവുന്നു. അതെന്ത് സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട് കുഞ്ഞമ്മേ. പാവം, വീട്ടിൽ നിന്ന് വെളിയിൽ ചാടിയപ്പോ തടവ് നിന്ന് രക്ഷപ്പെട്ട സന്തോഷം. അതെങ്ങനെയാ? ഇപ്പോഴത്തെ ആളുകൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയാ മതി. കുട്ടികൾ എന്തായാലും എന്താ. അല്ല കുഞ്ഞമ്മേ, അകത്ത് വല്ലതും ഇരിപ്പുണ്ടോ? റോസ് മോളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് വിശപ്പ് കേറി. അതെ, നല്ല കപ്പയും മീൻകറിയിട്ട് നീ വാ. ആ, പണിക്കാരുള്ളത് കൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് വാടാ. എന്നാ പിന്നെ കുശാലായി. അച്ചാച്ചാ, അത് കണ്ടോ? ഒരു നെസ്റ്റ്. ആ നെസ്റ്റില് ബേർഡ്സ് ഉണ്ടാവോ അച്ചാച്ചാ? കാണും. എനിക്ക് കാണണം. എന്താ ചെയ്യാ? ഒരു പണിയാ, അച്ചാച്ചന്റെ മുതുകിൽ കയറിക്കോ. അയിമിൽ കയറി. ആ, മെല്ലെ കയറിക്കോ. കയറിക്കോ. ആ, നോക്കിക്കോ മെല്ലെ. ഹായ്. 1 2 3 സ്പാരോ എഗ്സ്. അതെയോ? എടുത്തു നോക്ക് മെല്ലെ. നല്ല വെയിറ്റ്. ഒഴുക്കലുണ്ടാവും, നോക്ക്. ആ, ഇന്ന് കോഴിക്കറിയാ പ്രിൻസങ്ങളെ? കോഴിക്കറി മാത്രമല്ല, മോക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കുന്നുണ്ട് പ്രിൻസൻ. പോരെ?
ഇവിടെ വെച്ചോ. റോസ്മോളെ പോകണ്ടേ? സമയം ഒരുപാടായി. വേഗം കഴിക്ക്. അവള് സാവകാശം കഴിക്കട്ടെ പ്രിൻസേ. എന്തിനെപ്പോഴേ പോകുന്നത്? മണിക്കൂട്ടിനും രേഷ്മിയും വരാൻ ഒരു 8 മണിയെങ്കിലും ആവും. അപ്പോഴേക്കും അവിടെ എത്തിയാ പോരെ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം പ്രിൻസ് അങ്കിളെ. ആ നല്ല കഥയായി. കൃത്യം 3 മണിക്ക് കോച്ചിങ് സെന്ററിൽ എത്തിച്ചോളാന്ന് ഉറപ്പ് കൊടുത്തിട്ടാ മേഡം പെർമിഷൻ തന്നത്. കോച്ചിങ് ഒരു ഒഴിവ് ദിവസം പോലും കുട്ടിക്ക് ഒരു സ്വര്യം കൊടുക്കില്ല. ഈ കുരുന്നു കലയിൽ എല്ലാം കൂടെ കുത്തി നിറച്ചാ വല്ല അസുഖം വരുമ്പോ പഠിക്കും. അടുത്ത ഒഴിവ് ദിവസം അച്ചാച്ചൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ടുവരാം. അത് പോരെ? ഷുവർ, അച്ഛൻ വരുമോ? വരും. ഞാൻ കഴിക്കോളാം. വാ പോവാ. ടാറ്റാ. ബൈ അച്ഛാ. Wow, I can't believe it's only 9. How can at this time? Wow, you're happy, always energetic. Tell me please. Really, you are a lucky girl. Mummy. Shalu, 1 second. What do you want? Mummy, I have a doubt about different kinds of maps. You go and ask Papa, okay? Please, Mummy. Rose! I told now. Shalu, parayo. Adu Rose maladi. Papa, can you please clear my few doubts? Sorry, Molu. Papa is too busy at work. Do one thing. Please clear it with your tuition teacher tomorrow. Okay? Go and study. Go and study. Yes. Okay, da. I'll call you later. കഴിഞ്ഞില്ലടാ. Oh God. Total network is jam. I have to send an urgent matter immediately. Come on, Abhi, come. Let's go to sleep now. You could do tomorrow. You please sleep. I have to send it. Okay? The price of 1.5 kilograms of green chili is rupees 24. What is the price of 1 kilogram? Price of 1.5 kilograms of green chili is rupees 24. What is the price of 1 kilogram? പൃഥ്വിരാജിന്റെ സിനിമ കണ്ടോ? നല്ല രസമായിട്ട് പാട്ടൊക്കെ നല്ല രസമുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ്. Stand up. Where is your mind? ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത വാക. Sit down. Rose, answer my question. Stand up. Answer my question. What? Equal to. Sit down.
തേ താ ഗ തി തേ താ ഗ ത തേ തി തി തേ ത തേ തി തി തേ തി തി തേ തി തി തേ ത തേ തി തി തേ ത തേ. എന്താ കളിക്കുന്നത്? ഓരോ ദിവസം എടുക്കുന്ന വീട്ടിൽ പോയിട്ട് പഠിച്ചു വേണമെന്ന് അറിയില്ലേ? ഒന്നും പഠിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോളും. അറിയൂലേ? കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്ന ക്ലാസ്സല്ലേ ഇത്? വീട്ടിൽ പോയിട്ട് ഒന്നും പഠിക്കാതെ ഇങ്ങോട്ട് വന്നോളും. ശരി, ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 1 2. ഇതാ കളിക്കുന്നത്. ഇറങ്ങിപ്പോ ക്ലാസ്സിന്ന്. പോ പോ. ബാക്കി കുട്ടികൾ ഒരുമിച്ച് നിന്നേ കളിക്കും. 1 2 3 4 5 6 7. അജിൻ, നമുക്ക് ആ US വർക്ക് കിട്ടി. വാവ്. അഭിഷേക് ഇവിടെ ഇല്ല. ഞാൻ രേഷ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ. ഡെഡ് ലൈൻ എല്ലാം നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. ജസ്മി, വി വിൽ ഡിസ്കസ് ദിസ് ലെറ്റർ. ഓക്കെ ഓക്കെ. രേഷ്മ, വി ഗോട്ട് ദ US വർക്ക്. റിയലി? അഭി അറിയിച്ചോ? നോ, ഹി ഈസ് വെരി ബിസി. ഓക്കെ. I tried him many times. Abhi, a very happy news for you. We got the US project. Oh, okay. Okay, bye. Hi friends, we have a good news to share with you. Okay. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. കൺഗ്രാറ്റുലേഷൻ എവരിവൺ. നമ്മൾ ഇത്രയും നാൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന US കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. This is serious momentum here in our team. Another win. Okay? Welcome to the new extended reign of Ka-Moon-Ra, fifth king of Egypt. Now, the world! Kuru! My warriors, come forth! Send Larry Daly and his friends to their doom! Rose, where are you? Rose? Rose? എന്താ രേഷ്മ? അല്ല, ഈ ടിവി ഓൺ ചെയ്ത് വെച്ചിട്ട് റോസ് ഇവിടെ പോയി. ഷീസ് ഇൻസൈഡ്. വാ നോക്കാം. മോളു അവിടെ ഇല്ല. അവിടെ നോക്കാം. നീ അവിടെ നോക്ക്. റോസ്? മോളു? റോസ്? അവിടെ ഇല്ല. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. മോൾ എവിടെ പോയി അബി? വാ നമുക്ക് കിച്ചണിൽ നോക്കാം. നീ വാ. റോസ്? മോളു? മോളെ? ഇവിടെ എവിടെ പോയി? ഇവിടെ ഇല്ല.
ഷീസ് ഹിയർ. അത് ശരി, ഇവിടെ വിളിച്ചിരിക്കുകയാണല്ലേ. വാ വാ, കം കം, വാ മോളൂ. എന്ത് പറ്റി? വാ, കം കം കം. എന്താ മോളൂ? വാട്ട് ഹാപ്പൻ ടു യു? ഇതിപ്പോ സ്റ്റഡി ടൈം അല്ലേ? ഹൊറർ മൂവി കാണാൻ ആരാ പറഞ്ഞേ? ഡോണ്ട് ക്രോസ് ദി ലിമിറ്റ് റോസ്. രേഷ്മ, അഭി സപ്പോർട്ട് ചെയ്യുന്നത് ഇവളുടെ പ്രശ്നം. സോറി മോളൂ, ഡാഡിക്കും മമ്മിക്കും ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയി പോയത്. പോട്ടെ. രേഷ്മ, ഫുഡ് എടുത്ത് വെക്ക്, മോൾക്ക് വിശക്കുന്നുണ്ടാവും. കൂൾ ഹാവ് ഫുഡ്, ഓക്കെ? പം പം. ബാ. What happened? Can't you come to the class properly? Why you are not doing the homework? Answer is simple. 25 divided by 1.5. എന്താ കുട്ടി കളിക്കുന്നേ? ഒന്നും പഠിക്കാതെ പോയതോളൂ. Is there anyone to help you at home? Boss, ഇതാ കളിക്കുന്നത്. What are you doing? Don't come to the class otherwise. മമ്മി രേഷ്മ, 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 get up. എന്താ അഭി? മോളുടെ റൂമിൽ നിന്ന് എന്തൊരു ഒച്ച കിട്ടു. കം. മോളെ, എന്താ മോളു? എന്താ മോളെ? മോളെന്തെങ്കിലും ബാഡ് ഡ്രീംസ് ഉണ്ടോ? പറ, എന്ത് പറ്റി? മോളിത് കുടിക്കേ. സ്ലോലി. വാ, നമുക്ക് പപ്പയുടെ മുറിപ്പി ഉറങ്ങാം. ഓക്കെ? വാ പോവാം. Come on, Ananya. Let's call Rose. Yes. Come on, Rose. Come on. I'm not interested. എന്ത് പറ്റി? Any problem? Nothing. Just leave me alone. വാ അനന്യ, നമുക്ക് പോവാം. Okay, വാ, നമുക്ക് കളിക്കാം. Rose? Rose? What happened? Rose? Rose, എന്ത് പറ്റി? ഹലോ മാഡം. എപ്പോ? അയ്യോ, എന്നിട്ട്? അയ്യോ, ഞാനിപ്പോ പ്രിൻസിനെ ഞാൻ അങ്ങോട്ട് അയക്കാം. മാഡം ഒന്ന് കെയർ ചെയ്യണം, എനിക്ക് കുറച്ച് വർക്ക് ഉള്ളോണ്ട്. ഓക്കെ ഓക്കെ മാഡം. ഞാനൊരു കേസ് അയച്ചിരുന്നു ഡോക്ടർ, സസ്പെക്റ്റിംഗ് സി എ കാർസിനോമ. യെസ്, ആ ഡോക്ടർ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഐ കോൾ യു ബാക്ക്. വരൂ, ഇരിക്കും. നിങ്ങളിരിക്കൂ. എന്താ, എന്ത് പറ്റി?
മോള് സ്കൂളിൽ നിന്ന് തലകറങ്ങി വീണു ഡോക്ടർ. നിങ്ങൾ മോളുടെ ആരാണ്? ഞാൻ ടീച്ചറാണ്. നിങ്ങൾ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് സർ. സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഞാനാണ് സർ. എന്താ മോളുടെ പേര്? വാട്ട്സ് യുവർ ഗുഡ് നെയിം? മോളെന്താ സംസാരിക്കാത്തത്? എന്ത് പറ്റി മോൾക്ക്? കൂട്ടുകാരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ? അതോ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറ്റി? മോൾക്ക് എന്താ പ്രയാസം? ഡോക്ടർ നോക്കട്ടെ. എന്തു പറ്റി മോളു? ചീറപ്പ് സാരമില്ല മോള്. ഫിസിക്കലി മോൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. ബൈ ദ ബൈ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ ഷീല. അവരൊരു നല്ലൊരു സൈക്കാട്രിസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസ് നോക്കാൻ വളരെ മിടുക്കുള്ളൊരു ഡോക്ടറാണ്. ഞാൻ അവർക്കൊരു ലെറ്റർ തരാം. നിങ്ങൾ അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യും. ഓക്കെ ഡോക്ടർ. കുറച്ചു ദിവസമായി ക്ലാസ്സിൽ വളരെ അപ്സെറ്റ് ആയിട്ടാണ് റോസിനെ കാണാറ്. അപ്പോഴൊക്കെ ശരിയാവുമെന്ന് കരുതി. കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു താല്പര്യമില്ലാത്ത പോലെ, എപ്പോഴും ഒരു ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നത് പോലെ, മനസ്സിന് വിഷമം തട്ടുന്ന രീതിയിൽ വീട്ടിൽ വല്ല വഴക്കോ മറ്റും ഉണ്ടായോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാഡം. സാധാരണ അമ്മമാരാണ് കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യുക, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. രേഷ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക്? നോ മാം, നെവർ. ഏതായാലും മെന്റലി ആ കുട്ടി കുറച്ച് അപ്സെറ്റ് ആണെന്നാ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഏയ്, മെന്റലി എന്ന് പറയുമ്പോ റോസ്മോൾ ഒരു മനോരോഗിയാന്ന് കരുതണ്ട. ചില കോൺസെൻട്രേഷൻ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. നോ മാം, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ ലൈഫിന്റെ തിരക്കും വർക്കിന്റെ സ്ട്രെയിനും എല്ലാം കൂടി വരുമ്പോൾ വേണ്ടത്ര കെയറിംഗ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റാറില്ല. ഇപ്പോഴത്തെ ന്യൂക്ലിയർ ലൈഫിന്റെ ഒരു ശാപമാണിത്. കുട്ടികളെ ഒരുമാതിരി ബ്രോയിലർ കോഴികളെ പോലെ വളർത്തും. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഞാൻ അഹങ്കാരം പറയുകയല്ല. എഡ്യൂക്കേഷന്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ട എല്ലാ മൈൻഡ് ഡെവലപ്മെന്റ്സും നൽകുന്ന സ്കൂളാണിത്. എന്നിട്ട് പോലും അനാവശ്യമായി ഔട്ട് കോച്ചിങ് നൽകി കുട്ടികളെ മെന്റലി സ്ട്രെസ് ചെയ്യാണ് പേരൻസ്. കുട്ടികളെ വളർത്തുകയല്ല, അവർ സ്വയം വളരുകയാണ് വേണ്ടത്. ഏതായാലും മോളെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നന്നാവും. ഒരു കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. യെസ്, കം ഇൻ. ഇരിക്കൂ. വാ മോളെ, മമ്മിയല്ലേ വിളിക്കുന്നത്. വാ മോളൂ. വരൂ മോളെ, അവള് നല്ല മോളാ, നിങ്ങൾ നോക്കിക്കോ. അവള് ഡോക്ടർ ആന്റിയുടെ അടുത്ത് വന്നിരിക്കും. വരൂ മോളെ, ഇരിക്കൂ. മിടുക്കി. എന്താ മോളുടെ പ്രശ്നം? മോളുടെ പേരെന്താ? എന്താ മോളുടെ പ്രോബ്ലം? റീസെന്റ് മോള് വല്ലാതെ അപ്സെറ്റ് ആവുന്നത് പോലെ. എന്താ പറയാ, ഷീസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ്. ഷീസ് ഡിപ്രസ്ഡ്. 2 ദിവസം മുൻപ് സ്കൂളിലൊന്ന് തലകറങ്ങി വീണു. അന്ന് മോളെ നോക്കിയ ഡോക്ടർ മാഡത്തിനൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ എന്താ മോളുടെ പ്രോബ്ലം? വിശദമായി ഒന്ന് പറയൂ. പഠനത്തിൽ തീരെ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ മോൾ ആരെയോ ഭയപ്പെടുന്നത് പോലെ. രാത്രി ഉറക്കം വരാതെ കിടക്കുക. ഒന്ന് മയങ്ങിയാൽ തന്നെ എന്തൊക്കെയോ പിച്ചും പേയും പറയുക. പിന്നെ ഞെട്ടി എഴുന്നേക്കുക. പാരന്റ്സായ ഞങ്ങളെപ്പോലും ഭയപ്പെടുന്നത് പോലെ. എന്തു പറ്റി മോളു? എന്തെങ്കിലും കണ്ട് പേടിച്ചിരുന്നോ? മമ്മിയോടും ഡാഡിയോടും എന്തിനാ പിണക്കം? മോളെ വഴക്കു പറഞ്ഞോ? നിങ്ങൾ ഇരിക്കൂ, ഞാൻ മോളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ മാഡം. മോള് വാ, ആന്റി ചോദിക്കട്ടെ.
മോള് റിലാക്സ് ചെയ്ത് കിടന്നേ. കൈയൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട്. ഡോക്ടർ ആൻറ്റി പറയുന്നത് കേട്ട് മോള് കിടന്നാ മതി കേട്ടോ. മോൾ ഇതിന്റെ തുമ്പത്ത് ശ്രദ്ധിച്ചേ. തുമ്പത്ത് മാത്രം ശ്രദ്ധിക്കണം. ഇതിന്റെ തുമ്പത്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കിടക്ക്. സാവധാനം ശ്വാസം അയച്ചു വിടുകയും ചെയ്യുക. മോളുടെ കണ്ണുകളുടെ ഭാരം കൂടിക്കൂടി വരുന്നു. കൺപോളകൾ അടഞ്ഞടഞ്ഞു വരുന്നു. എന്താ മോളുടെ പേര്? റോസ്. മമ്മിയുടെ പേരെന്താ? രേഷ്മ അഭിഷേക്. ഡാഡിയുടെ പേരോ? അഭിഷേക് ബാലൻ. റോസ് മോൾക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? അച്ഛനെയോ അമ്മയോ? അച്ചാച്ചനെ. അപ്പം മമ്മിയും ഡാഡിയെ ഇഷ്ടമല്ല? എന്താ മോൾ പറയാത്തത്? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. മമ്മി എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് മമ്മി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഡാഡിക്കോ? ഡാഡിക്ക് ഇഷ്ടമാണ്. പിന്നെ ആരെയാ മോൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത്? ട്യൂഷൻ മാസ്റ്ററിന്. അതെന്തുകൊണ്ടാ? ട്യൂഷൻ മാസ്റ്റർ ചീത്തയാ. പിന്നെ ഏതൊക്കെ ക്ലാസ്സിനാ മോള് പോകുന്നത്? കമ്പ്യൂട്ടർ ക്ലാസ്, മ്യൂസിക് ക്ലാസ്, ഡാൻസ് ക്ലാസ്. അച്ചാച്ചനെ കൂടാതെ മോൾക്ക് വേറെ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്റെ ഫ്രണ്ട് ഗ്രേസിയെ ഇഷ്ടമാണ്. ഗ്രേസിന്റെ പാരന്റ്സിനെ ഇഷ്ടമാണ്. പ്രിൻസ് അങ്കിളിനെ ഇഷ്ട. കുഞ്ഞമ്മേനെ ഇഷ്ട. ഇരുന്നോളൂ. ലുക്ക് മിസ്റ്റർ അഭിഷേക്, റോസ്മോളിൽ ഒരു ഡിപ്രഷന്റെ തുടക്കം കാണുന്നുണ്ട്. സൈക്കാട്രിയിൽ ഇതിനെ വിഷാദ രോഗമെന്ന് പറയും. വേണ്ടപ്പെട്ടതെന്തോ മിസ് ചെയ്യുന്നുണ്ട് റോസ്മോളിന്. അതുകൊണ്ടുണ്ടാവുന്ന ഒരു മെന്റൽ ഡിപ്രഷൻ തന്നെയാണിത്. എന്തായാലും മോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഓക്കെ? അച്ചാച്ചനും അങ്കിള് എപ്പോഴാ വന്നത്? ഞങ്ങള് വന്നിട്ട് ഒത്തിരി നേരായി. മോള് ഉറങ്ങായിരുന്നു. എന്നാ വിളിക്കണ്ടേ അച്ചാച്ചാ? മെല്ലെ. ആ, മോള് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? കോഫി. അങ്കിൾ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. അച്ചാച്ചാ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? മോക്ക് പനിയായിരുന്നില്ലേ, അതുകൊണ്ടാ. മോള് കിടന്നു. ആ, അച്ചാച്ചൻ ഇവിടെ ഇരിക്കാം. ഇനി മോളെ പനി മാറിയിട്ടേ അച്ചാച്ചൻ പോകുന്നുള്ളൂ. ഉറങ്ങിക്കോ.
ഇരിക്കൂ. റോസ്മോൾ നല്ല മയക്കത്തിലാണ്. അവൾ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നന്നായി ഉറങ്ങട്ടെ. ആ കുട്ടി ലൈഫിൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ, പേരൻസിൽ നിന്ന് ലഭിക്കേണ്ട കെയറിംഗ്, പ്രൊട്ടക്ഷൻ, ഫ്രീഡം എന്നിവ. എന്താ നിങ്ങളതൊന്നും കൊടുക്കുന്നില്ലേ റോസ്മോൾക്ക്? അത് മാഡം, ഒരു IT പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ മെന്റലി ഒരുപാട് സ്ട്രെയിൻ വേണ്ടി വരും. അതിനിടയ്ക്ക് മോളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട് ഡോക്ടർ. ഒരു കളിമൺ പാത്രം രൂപപ്പെടുത്തുന്നതുപോലെയാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വളർച്ച. രൂപപ്പെടുമ്പോൾ തന്നെ അതിനെ ശരിയായ ദിശയിലേക്ക് പാകപ്പെടുത്തിയില്ലെങ്കിൽ പെട്ടെന്നത് വീണുടഞ്ഞു പോകും. പ്രത്യേകിച്ച് റോസ്മോളുടെ പ്രായത്തിലുള്ളൊരു കുട്ടി പേരൻസിൽ നിന്നും വല്ലാതൊരു കെയറിംഗ് കൊതിക്കും, പ്രത്യേകിച്ച് മോളുടെ അമ്മയിൽ നിന്ന്. രേഷ്മ, ഹേയ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്തും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ പല പേരൻസും കുട്ടികളുടെ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സാരും കാണുന്നില്ല. ശരിയാണ് ഡോക്ടർ. അതുതന്നെയാണ് ആ കുരുന്നു മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും. ഈ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്ന സ്നേഹം, സാന്ത്വനം, വാത്സല്യം ഇതൊന്നും തന്നെ അവൾക്ക് പേരൻസിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്നാൽ അവളുടെ കൺമുന്നിൽ തന്നെ മറ്റു കുട്ടികൾക്ക് ധാരാളം സ്നേഹം ലഭിക്കുന്നത് അവൾ കാണുന്നുമുണ്ട്. അത് അവളുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. പഠന വിഷയങ്ങളിൽ പോലും സംശയങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയില്ല. പകരം നിങ്ങൾ അവൾക്ക് ഔട്ട് കോച്ചിങ് നൽകി. എന്നാൽ അതിലൊക്കെ അവൾ സാറ്റിസ്ഫൈഡ് ആണോന്ന് ഒരിക്കൽ പോലും നിങ്ങൾ അന്വേഷിച്ചില്ല. വീട് അന്തിയുറങ്ങാനുള്ള ഒരു ഇടം മാത്രമല്ല, അവിടെ രക്ഷിതാക്കളും കുട്ടികളും പരസ്പരം ആശയവിനിമയം നടത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ്. രക്ഷിതാക്കളിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ പുറമേ നിന്നും ലഭിക്കുന്ന ലാളന, പ്രേമം, ലഹരിശീലം എന്നീ വികാരപ്രകടനങ്ങളിൽ അടിമകളായി തീരും. ഇപ്പോൾ കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്റ്റേജിൽ നിന്നും അവളെ എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അവിടെയും നിങ്ങളുടെ സമയവും സാന്നിധ്യവും തന്നെയാണ് റോസ്മോൾക്കുള്ള മെഡിസിൻ. സ്നേഹിക്കണം, ആ കുരുന്നു മനസ്സിനെ ആവോളം സ്നേഹിക്കണം. ഏതായാലും 2 ദിവസം എടുക്കും അവൾ മാനസികമായി ഉഷാറാവാൻ. ഡോക്ടർ. അബി, റോസ്മോൾ നമ്മളിൽ നിന്ന് ഒരുപാട് സ്നേഹം കൊതിച്ചിരുന്നു. പക്ഷെ
ഒരിക്കൽ പോലും അവളോട് സ്നേഹത്തിൽ ഒരു വാക്കുപോലും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊന്നും സ്നേഹമില്ലാഞ്ഞിട്ടായിരുന്നില്ലല്ലോ രേഷ്മ. അവൾ എങ്ങനെയൊക്കെ ആവാൻ നമ്മൾ തന്നെയല്ലേ കാരണം അഭി. നമ്മുടെ കൂടെ കിടക്കാനും ഒപ്പം യാത്ര ചെയ്യാനും ഒക്കെ മോൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജോലി തിരക്കിനിടയിൽ മോൾക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. That's our mistake. എന്നാൽ ഇതുവരെ കൊടുക്കാൻ കഴിയാത്ത സ്നേഹം ഒരു കടലോളമാക്കി നമുക്ക് മോൾക്ക് കൊടുക്കാൻ രേഷ്മ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്കിനി മോൾക്ക് വേണ്ടി ജീവിക്കാം. അഭി, വാത്സല്യ പൊൻവേലായി ഞാൻ പരന്നു, വാത്സല്യ പൊൻവേലായി ഞാൻ പരന്നു, നല്ല വാസനപ്പൂ പോൽ നീ വിടർന്നു, മഞ്ഞുപോലമ്മയോ പുൽകി നിന്നു, നിന്റെ കുഞ്ഞിതൾ കവിളിലായി ഉമ്മ തന്നു, വാത്സല്യ പൊൻവേലായി ഞാൻ പരന്നു, നല്ല വാസനപ്പൂ പോൽ നീ വിടർന്നു. കുരുവിതൻ കൊഞ്ചലിൽ നീയലിഞ്ഞു, പായുമരുവിതൻ നോപുരം നീയണിഞ്ഞു, കുരുവിതൻ കൊഞ്ചലിൽ നീയലിഞ്ഞു, പായുമരുവിതൻ നോപുരം നീയണിഞ്ഞു, അകമാകെ അറിവിൻ്റെ തിരി തെളിഞ്ഞു, സ്നേഹവലയത്തണുപ്പിനെ നീയറിഞ്ഞു, സ്നേഹവലയത്തണുപ്പിനെ നീയറിഞ്ഞു, വാത്സല്യ പൊൻവേലായി ഞാൻ പരന്നു, നല്ല വാസനപ്പൂ പോൽ നീ വിടർന്നു. അഴകിൻ്റെ പാലാഴി നീ കടഞ്ഞു, പൊന്തും
പൊന്തുമൃതിൻ്റെ തുള്ളികൾ നീ നുണഞ്ഞു, അഴകിൻ്റെ പാലാഴി നീ കടഞ്ഞു. പൊന്തുമൃതിൻ്റെ തുള്ളികൾ നീ നുണഞ്ഞു, അഴലിൻ്റെ മാറാർത്തു നീ വെടിഞ്ഞു. ദൈവമേ വീടേക്കു വീണ്ടും വരം ചൊരിഞ്ഞു, ദൈവമേ വീടേക്കു വീണ്ടും വരം ചൊരിഞ്ഞു. വാത്സല്യ പൊൻവെയിലായി ഞാൻ പരന്നു, നല്ല വാസനപ്പൂ പോൽ നീ വിടർന്നു. മഞ്ഞു പോലമ്മയോ പുൽകി നിന്നു, നിന്റെ കുഞ്ഞിതൾ കവിളിലായി ഉമ്മ തന്നു. വാത്സല്യ പൊൻവെയിലായി ഞാൻ പരന്നു, നല്ല വാസനപ്പൂ പോൽ നീ വിടർന്നു. അപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരിക്കലും റോസ്മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇടവരുത്തരുത്. കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടി പോലെയാണ്, എന്തും പെട്ടെന്നു പതിയും. എന്നാൽ ചെറിയൊരു അശ്രദ്ധ വന്നാൽ അത് തകരാൻ എളുപ്പമാണ്. നെവർ. റോസ്മോളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അശ്രദ്ധയും ഉണ്ടാവില്ല. ഐ എം ഷുവർ. പ്രോമിസ്. ജസ്റ്റ് ഒരു നന്ദി വാക്കുകൊണ്ട് തീരുന്നതല്ല ഡോക്ടറോടുള്ള കടപ്പാട്. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, അത് മനസ്സിലാക്കുക. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഏതായാലും മോള് പോകുമല്ലേ, ഡോക്ടർക്കൊരു ഉമ്മതാ, ഒരു ഉമ്മതാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ഓക്കെ ഡോക്ടർ. വാ. ഇനി നമുക്ക് അച്ചാച്ചന്റെ വീട്ടിൽ പോവാം. മോൾ അച്ചാച്ചന്റെ കൂടെ കയറിക്കോ. കേറിക്കോ, നമുക്ക് പോവാം. ആ പോവാ. ആ സാരില്ല മോളെ, നമുക്ക് പോവാം. little smile, a gentle touch on her shoulders. Draw her close and look into her eyes and say, you're my princess. A little smile, a gentle